പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുവാൻ സ്കൂളുകൾ ഒരുങ്ങി. ജൂൺ 1-ന് സ്കൂളുകളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി സംഘടിപ്പിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജൂൺ 1-ന് കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിൽ ഈ വർഷം 1-ാം ക്ലാസ്സിലേക്ക് 8010 കുട്ടികൾ പ്രവേശനം നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത് ഈരാറ്റുപേട്ട ഗവൺമെന്റ് MLP സ്കൂളിലാണ്. 145 കുട്ടികൾ. 6-ാം പ്രവൃത്തി ദിനം വരെ പ്രവേശനം നേടാനാകുമെന്നതിനാൽ പ്രവേശന നിരക്ക് കൂടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ പ്രതീക്ഷ. ജില്ലയിൽ പഠന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി വിവിധ അക്കാദമിക പദ്ധതികളും വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം നടപ്പിലാക്കും. പുതിയ അധ്യയന വർഷത്തിൽ കുരുന്നുകളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ ജീവനക്കാരും PTA-യും. സ്കൂളും പരിസരവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സ്കൂളുകൾ അലങ്കരിച്ച് ക്ലാസ് മുറികളിലും സ്കൂളിന്റെ ചുറ്റുമതിലുകളിലുമെല്ലാം കുട്ടികളെ ആകർഷിക്കുന്ന ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഏറ്റുമാനൂർ ഗവൺമെന്റ് TTIയിലും പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രിൻസിപ്പൽ പ്രീതി ഭാർഗവൻ പറഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിലെ ക്ലീനിങ് അതുപോലെ അറ്റകുറ്റപ്പണികൾ എല്ലാം തീർത്തിട്ടുണ്ട്. ഇന്നും ഞായറാഴ്ചയായിട്ടും പണികൾ തീരാനുള്ളത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഏകദേശം 8 കുട്ടികൾ നമുക്ക് ഈ അധ്യയന വർഷത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട്. അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സംഘടനകൾ അതുപോലെ തന്നെ PTA കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർ അതുപോലെ കൗൺസിലർ എല്ലാവരും നാളെ നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.